പരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. റോമക്കെഴുതിയ ലേഖനം അതിൻ്റെ 14-ാമത്തെ വാക്യം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനമാണ്. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ രണ്ട് കൂട്ടം ആളുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, ദൈവാത്മാവ് നടത്തുന്നവർ. ദൈവാത്മാവ് നടത്തുന്നവർ എന്ന് പറയുമ്പോൾ പാപിയായ മനുഷ്യൻ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം വരുത്തി രക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് അവന്റെ കൽപ്പന പ്രമാണിച്ച് ജീവിക്കുന്നവർ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത് ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. മറ്റൊരു കൂട്ടരെന്ന് പറഞ്ഞാൽ ദൈവമുണ്ടെന്ന് പോലും ചിന്തിക്കാതെ, അഥവാ ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ അനുസരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. അവരെ ലോകത്തിന്റെ മക്കൾ എന്ന് പറയുന്നത്. കാരണം ലോകത്തിന്റെ ആത്മാവരെ നടത്തുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവാത്മാവ് നമ്മെ നടത്തുക എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായ കാര്യമാണ്. നമുക്ക് സന്തോഷിക്കുവാൻ ഏറെയുണ്ട്. ദൈവാത്മാവാണ് എന്നെ നടത്തുന്നു പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് നമ്മെ പാപത്തിന്റെ, ശാപത്തിന്റെ, അന്ധകാരത്തിന്റെ, അന്ധവിശ്വാസത്തിന്റെ, അനാചാരങ്ങളിലെ, കർമ്മങ്ങളുടെ നടുവിലേക്കും ദൈവാത്മാവ് നമ്മെ കൊണ്ടുപോകത്തില്ല. കാരണം ദൈവാത്മാവ് എന്ന് പറയുന്നത് ഹല്ലേലൂയ, ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന വലിയൊരു മഹത്വമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദൈവത്തിന് വചനം നിങ്ങളെ വഴി നടത്തുന്നതിനും ദൈവഹിതമനുസരിച്ച് ദൈവ വഴികളിൽ കൂടി പോകേണ്ടതിനും ഹല്ലേലൂയ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയിരിക്കുന്നു. എന്താണ് ഒരിക്കൽ പറയാം? നിങ്ങളെ വഴി നടത്തുന്നതിന് ദൈവഹിതമനുസരിച്ച് നടക്കുവാൻ വേണ്ടി, ദൈവ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ വേണ്ടി നിങ്ങൾക്ക് സർവശക്തനായ ദൈവം പരിശുദ്ധാത്മാവിനെ നൽകി. ഹല്ലേലൂയ. അപ്പം ദൈവാത്മാവ് നടത്തുന്ന ഏവരും ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ദൈവത്തോട് അവർക്ക് വലിയ ബന്ധമാണ്. ദൈവിക പാതയിലാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. ദൈവാത്മാവ് പരിശുദ്ധ പാതയിൽ നമ്മെ പരിപൂർണമായി വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. നാം ആത്മാവിൽ നിറയപ്പെട്ട് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ യാത്ര ഏറ്റവും സന്തോഷകരമായി മാറും. പാപത്തിന്റെ വഴികളിലേക്ക് ഒരു ഭക്തൻ കടന്നു പോകുമ്പോൾ ദൈവാത്മാവ് ഓർപ്പിക്കും അത് അരുത്, പാപമാണെന്ന്. നമുക്ക് ദൈവാത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു ജീവിതമാണ് ഈ ഭൂമി ഏറ്റവും ശ്രേഷ്ഠകരമായ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെയും പറയട്ടെ, ഈ ലോക ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറയപ്പെട്ടതാണ്. അതിന്റെ നടുവിലാണ് ദൈവാത്മാവ് നമ്മെ നടത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷിപ്പാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവാത്മാവ് ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ പ്രായപൂർത്തിയാകാത്ത ശിശുക്കളെ പോലെയാണെന്ന് ഈ ഭാഗത്ത് വായിച്ചാൽ കാണാൻ കഴിയും. എന്നാൽ ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ള ശിശുവിന്റെ ആ സ്ഥാനത്തേക്കല്ല, പിന്നെയോ പുത്രത്തിന്റെ ആത്മാവിനെ അവൻ സ്വീകരിക്കുക. ഹല്ലേലൂയ. പുത്രന്റെ ആത്മാവിനെ സ്വീകരിക്കുന്നു. അപ്പം പുത്രന്റെ ആത്മാവ് നമ്മളിൽ വരുമ്പോൾ, യേശുക്രിസ്തുവിനാലുള്ള ആത്മാവ് നമ്മളിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പുത്രത്തിന്റെ ആത്മാവിനാൽ നാം നിറയപ്പെട്ട് നമ്മുടെ ജീവിത യാത്രയിൽ ദൈവം ഇഷ്ടപ്പെടാത്ത, ദൈവത്തിന് വെറുക്കുന്ന, ദൈവത്തിന് അറപ്പാകുന്ന പാപങ്ങളിലേക്ക് പോകാതെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ക്രമീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളായാലും ഞാനായാലും ദൈവാത്മാവിൽ നടത്തപ്പെടുമ്പോഴാണ് നമുക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയുള്ളൂ. ലോകക്കാരോടൊപ്പം ചേർന്ന് ആസ്വദിക്കത്തക്ക നിലയിൽ നിനക്ക് വല്ലതും തോന്നിയാലും പിന്നത്തേതിലത് കണ്ണുനീരായി, കയ്പായി, സങ്കടമായി മാറും. പക്ഷെ ദൈവാത്മാവിനാണെങ്കിൽ ദൈവാത്മാവ് നമ്മെ ഒരിക്കലും പാപത്തിലേക്ക് നടത്തത്തില്ല. ദൈവാത്മാവ് നേരെയുള്ള വഴി കാണിച്ചു തരും. രക്തം ചെയ്യും. ഇപ്പൊ റോമാലേഖനം 8-ാം അധ്യായമൊക്കെ വായിക്കും. ദൈവാത്മാവിൽ നടത്തപ്പെടുന്ന മേന്മയേറിയ അനുഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ ദൈവാത്മാവിൽ നയിക്കപ്പെടുമ്പോൾ, നടത്തപ്പെടുമ്പോൾ ആ മനുഷ്യന്റെ കഴിഞ്ഞകാല ജീവിത പാപങ്ങളിൽ നിന്ന് അദ്ദേഹം വേർപെട്ട് ദൈവത്തോട് ചേർന്ന് വിശുദ്ധ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കും. ജീവിതത്തിൽ രക്തം ചെയ്യും. അതേ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ
വിശുദ്ധ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ, പ്രാധാന്യം കൊടുത്ത് നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും കന്മഷമൊക്കെ നീക്കി ദൈവാത്മാവിനാൽ നടത്തപ്പെടുവാൻ നാം കർത്താവായ യേശുക്രിസ്തുവിലൂടെ വീണ്ടും ജനനം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ജനനം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ പാപിയായിരുന്ന നിങ്ങളുടെ പഴയകാല ജീവിതത്തെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട്, ഹല്ലേലൂയ, നിങ്ങൾ പുതിയ ജീവിതം നയിക്കുന്നു, അല്ലെ പുതിയ അനുഭവത്തിലേക്ക് വരുന്നു. അതെങ്ങനെയാണ്? കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് സംഭവിക്കുന്നത്. രക്തം ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ക്രിസ്തുവിനെ അറിയണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കത്തക്ക നിലയിലാണ് ദൈവം വചനം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഒന്നാമത് നമ്മൾ ചിന്തിക്കുന്നത് കാണാൻ കഴിയുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നാണ് റോമാലേഖന 8:1 വായിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പൊ ജഡപ്രകാരം നടക്കാതെ ആത്മാവിന്റെ പ്രമാണം അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്നാൽ ഈ ലോകത്തിലെ കോടാനുകൂടി ജനങ്ങൾ എന്താണ്? അല്ലെങ്കിൽ ജഡത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിച്ച് അവർ ലോകത്തിൽ തന്നെ മരണപ്പെട്ട് നിത്യ നരകത്തിലേക്ക് എത്തുക. അല്ലേ? എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ഈ ഭൂമി ജീവിക്കുമ്പോൾ മാത്രമേ ദൈവാത്മാവിൽ നമുക്ക് നടത്തപ്പെടുവാനും ദൈവാത്മാവിൽ നിറയപ്പെടുവാനും ദൈവ ഇഷ്ട വഴിയെ യാത്ര ചെയ്യാനും കഴിയുള്ളൂ. മരിച്ച ശേഷം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മരിച്ചു പോയവൻ പോയത് തന്നെ. ആ മനുഷ്യനെ പിന്നെ ശുദ്ധീകരിക്കുവാനോ ദൈവാത്മാവിന്റെ നിയോഗത്തിലേക്ക് കൊണ്ടുവരുവാനോ ദൈവാത്മാവിനാൽ നടത്തപ്പെടുവാനോ ആ മനുഷ്യന് കഴിയില്ല. ആ മനുഷ്യന്റെ ജീവിതം അവസാനിച്ച് ആമീൻ വീണ്ടും ജന്മം പ്രാപിക്കാത്ത വ്യക്തി ആമീൻ നിത്യമായ യാതന സ്ഥലത്ത് ഇരിക്കാൻ പോകുന്നത്. അവിടുന്ന് ഒരു ശുദ്ധീകരണമില്ല കേട്ടോ. പലരും പഠിപ്പിക്കുന്നത് അവിടെ നിന്ന് ശുദ്ധീകരണം ഉണ്ടെന്ന്. ഇപ്പോൾ നമുക്ക് വേദപുസ്തകം പഠിക്കുന്ന ഒരു വ്യക്തിക്കറിയാം മരണാനന്തര ഒരു ശുദ്ധീകരണം ഇല്ലെന്നുള്ളത്. പ്രൈസ്. മരണാനന്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം തീർന്നു. പിന്നെ കർത്താവിന്റെ വരവുണ്ട്. കർത്താവിന്റെ വരവെങ്കിൽ മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർത്തിനേക്കും. പ്രൈസലോ. കർത്താവ് ന്യായം വിധിക്കുന്ന നാളിൽ വീണ്ടെടുക്കപ്പെടാത്തവൻ അവൻ്റെ അലിയ ന്യായം വിധിക്കപ്പെടും. പ്രൈസലോ. ഇതിലേത് വേണേലും നമുക്ക് തിരഞ്ഞെടുക്കാം. അല്ലേ? ഇവിടെ നമ്മൾ ചെയ്യും, നിങ്ങൾ ദൈവാത്മാവിനാൽ നടത്തപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ന്യായവിധി ഇല്ല. ദൈവാത്മാവിൽ നടത്തപ്പെടുന്നവർക്ക് ന്യായവിധിയില്ല. 2, നിങ്ങൾക്ക് ശിക്ഷാവിധിയുമില്ല. പ്രൈസലോ. നമ്മൾ ദൈവാത്മാവിനാൽ നടക്കപ്പെടാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ന്യായവിധിയുണ്ട്, ശിക്ഷയുടെ വിധിയുണ്ട്. രണ്ടും നമ്മൾ അനുഭവിക്കണം. ഈ ലോക ജീവിതം എന്നൊക്കെ പറയുന്നത് നാം ദൈവത്തോട് ചേർന്ന് വാസം ചെയ്യുമ്പോഴാണ് നമുക്ക് ദൈവിക സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. രക്തം ചെയ്യാം. എങ്ങനെ വേണേലും നമുക്കൊണ്ട് ജീവിക്കാം, ഏത് വിധത്തിൽ വേണം ജീവിക്കാം, ആരെ വേണം തൃപ്തിപ്പെടുത്തി ജീവിക്കാം. പക്ഷെ അതൊരു ജീവിതമല്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന താൽക്കാലികമായ ജീവിതം എന്നൊക്കെ പറയുന്നത് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന, ദൈവാത്മാവിനാൽ നിയമിക്കപ്പെടുന്ന, ദൈവാത്മാവിനാൽ നിയോഗിതമായ ഒരു ജീവിതമായിരിക്കണം ഒരു മനുഷ്യൻ്റേത്. കാരണം നമുക്ക് തന്നിരിക്കുന്ന സമയം എന്നൊക്കെ പറഞ്ഞ് വിലപ്പെട്ടതാണ്. അതിനെ നമ്മൾ നശിപ്പിച്ച് കളയരുത്. അതുകൊണ്ട് FSC ലേഖനമൊക്കെ വായിക്കുമ്പോൾ ഇത് ദുഷ്കാലമാകിയ സമയം തക്കത്തിൽ ഉപയോഗിക്കാനൊക്കെ അവിടെ പറയുന്നത്. ഇത് ദുഷ്കാലമാണ്, പാപത്തം നിറയപ്പെട്ട ലോകമാണ്, പാപികളാൽ നിറയപ്പെട്ട ലോകമാണ്. പാപത്തിന്റെ പ്രവൃത്തികൾ എവിടെയും കാണാം. മനുഷ്യൻ സ്നേഹമില്ല, സന്തോഷമില്ല, സമാധാനമില്ല, പരസ്പര വിശ്വാസം വരെ നഷ്ടപ്പെട്ട് കുടുംബത്തിനകം തൊട്ട് എല്ലാ മേഖലയിലും ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ ചുരുക്കം പേരെയുള്ളൂ. പ്രേക്ഷണം അവർക്കാണ് നിത്യത കേട്ടോ. ലേരികൾ അല്ലാതെ എല്ലാവർക്കും നിത്യതയില്ല. പക്ഷെ എല്ലാവരോടും നമ്മൾ ചോദിച്ചാൽ അവർ പറയും ഞങ്ങളെല്ലാം ദൈവത്തിന്റെ മക്കളാന്ന് പറയും. എല്ലാവരും ദൈവത്തിന്റെ മക്കളല്ല എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്, ദൈവമാണ് സൃഷ്ടിച്ചത്. എങ്കിലും നിങ്ങൾ വീണ്ടെടുപ്പ് പ്രാപിക്കണം. നിങ്ങളുടെ പാപത്തിന് ശുദ്ധീകരണം വരുത്തി ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് അതിനുശേഷം ദൈവത്തിന്റെ ആത്മാവിനെ നിറയപ്പെട്ട് നാം വിശുദ്ധ വഴിയിലൂടെ നമ്മൾ ജീവിതം യാത്ര ചെയ്യണം. ദൈവം ആഗ്രഹിക്കുക. അപ്പോൾ ഓരോ മനുഷ്യനും കർത്താവ് സ്വന്തം ഇഷ്ടം നൽകിയിട്ടുണ്ട്. ഓരോ മനുഷ്യർക്കും സ്വന്തം ഇഷ്ടം തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടമല്ല, മറിച്ച് വേറൊരു ഇഷ്ടം എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വന്തമായിട്ട് അല്ലേരിയ നമുക്കൊരു ഇഷ്ടം തന്നിട്ടുണ്ട്. അല്ലേരിയ അത് നന്മയോ തിന്മയോ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം കൊണ്ടാണ് നൽകുന്നത്. നന്മ വേണേൽ അതെടുക്കാം, തിന്മ വേണേൽ അതെടുക്കാം.
ഏത് വേണ്ടും തിരഞ്ഞെടുപ്പും ദൈവമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആ മനുഷ്യന് വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും കൂട്ടിയാണ് മനുഷ്യനെ നിർമ്മിച്ച് യേശു ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. പ്രയോജനം. അപ്പൊ നമ്മൾ ഇടത്തോട്ട് മാറണോ വലത്തോട്ട് മാറണോ, ഏതാ വഴി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നുവെന്ന് പൗലോസിലൂടെ പറയാൻ കാരണം. പ്രയോജനം. ഈ ലോകം എന്ന് പറയുന്നത് ശാശ്വതമല്ല. ഈ ലോകം നമുക്ക് അനുകൂലവുമല്ല. എവിടെ നോക്കിയാലും പാപത്തിന്റെ പ്രലോഭനങ്ങൾ, പാപത്തിന്റെ വശീകരണങ്ങളാൽ നിറയപ്പെട്ട് ഒരു വല്ലാത്ത അനുഭവത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. അതിന്റെ നടുവിലാണ് ഞാനും നിങ്ങളും പാർക്കുന്നത്, രക്തം ചെയ്യും. അപ്പൊ ഈ ലോകത്തിന്റെ മാലിന്യങ്ങളൊന്നും നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കാതെ, അല്ലേലുയ, നാം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുകയാണെങ്കിൽ ദൈവം നമുക്ക് സദാസമയം ആലോചനകൾ തന്നുകൊണ്ടേയിരിക്കും. അല്ലേലുയ. അവൻ മരണവഴിയോ അല്ലെങ്കിൽ ജീവന്റെ വഴിയോ തിരഞ്ഞെടുക്കാം. ഒരു വ്യക്തിക്ക് മരണത്തിന്റെ വഴി തിരഞ്ഞെടുക്കാം, ജീവന്റെ വഴി തിരഞ്ഞെടുക്കാം. ഈ ലോകത്തിൽ അടിച്ചു പൊളിച്ച് സുഖലോലുപ ജീവിതം നയിച്ച് ആ ധനവാനായ മനുഷ്യനെ പോലെ ഈ ലോകത്തിൽ സുഖലോലുപ ജീവിതം നയിച്ച് അതിന്റെ അവസാനം മരണവഴികളാണ്. അല്ലേലിയ. എന്നാൽ അല്ലേലിയ, ജീവന്റെ വഴി തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ജീവന്റെ വെളിച്ചമായിരിക്കുന്ന, ആത്മാവും ജീവനുമായിരിക്കുന്ന ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിൽ നാം ആയിത്തീരുമ്പോഴാണ് നമുക്ക് ജീവന്റെ വെളിച്ചത്തിലേക്ക് വരാൻ കഴിയുള്ളൂ. അല്ലേലുയ. മനുഷ്യർക്ക് എന്താ കുറവ്, മനുഷ്യർക്ക് എന്താ ഇല്ലാത്തതെന്നൊക്കെ പലരും പലപ്പോഴും ചോദിക്കാറുണ്ട്. ഞങ്ങളെല്ലാം ദൈവത്തിന്റെ മക്കളാണെന്നൊക്കെ അവകാശപ്പെടുന്നവരാണ്. പക്ഷെ വേദപുസ്തകം പഠിപ്പിക്കുന്നത് എന്താണ്? ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. പ്രയോജനം. ഇവിടെ നാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി തന്റെ സ്വന്തം അറിവിൽ ആശ്രയിക്കാതെ ദൈവാത്മാവ് വഴി നടത്തുവാനായി പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. ഒരുവൻ രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിലേക്ക് വന്നാൽ ആ മനുഷ്യന്റെ സ്വന്തം വഴികളിലൂടെ നടക്കാതെ, അല്ലെങ്കിൽ ദൈവാത്മാവ് നടത്തുവാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രയോജനം. അതുകൊണ്ടാണ് 118 സംഗീതത്തിലൊക്കെ വായിക്കുമ്പോൾ 8ാമത്തെ വാക്യമാണ്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് സംഗീതക്കാരൻ പറയുക. അപ്പൊ ഈ ലോക ജീവിതം താൽക്കാലികമായതുകൊണ്ടും നമുക്ക് അല്പകാലം മാത്രമേ ഈ ഭൂമി വാസം ചെയ്യാൻ കഴിയുള്ളൂ എന്നും നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? ദൈവാത്മാവ് നടത്തുവാൻ വേണ്ടി നമ്മെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുക്കണം. അല്ലേലൂയ. നമ്മുടെ അറിവ് കൊണ്ടോ കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ പണം കൊണ്ടോ നമ്മെ വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ജോലി കൊണ്ടോ നമ്മുടെ പാരമ്പര്യം കൊണ്ടോ ഒന്നും നമുക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. ചെല്ലൊക്കെ പറയുന്ന അങ്ങനെ. അല്ലേലൂയ. ഞാനൊരിക്കലും ഒരാളോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പാരമ്പര്യത്തിൽ ജീവിക്കുന്നവരാണ്, ഞങ്ങൾക്ക് പാരമ്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ വലിയ കുടുംബങ്ങളാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ എത്ര വലിയ കുടുംബമായിരുന്നാലും ലോകത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കുടുംബ പാരമ്പര്യമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും ജനനം പ്രാപിച്ചെങ്കിൽ മാത്രമേ നിത്യതയിലെത്താൻ കഴിയുള്ളൂ. ലോകത്തിന്റെ പാരമ്പര്യമല്ല ദൈവം പറയുന്നത്. അതിന് നമ്മൾ മത്തായിയുടെ സുവിശേഷം 1-ാം വാക്യം വായിച്ചാൽ മതി. അബ്രഹാമിന്റെ പുത്രനായിരിക്കുന്ന ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അപ്പം കഴിഞ്ഞ കാല പാരമ്പര്യത്തേക്കൊന്ന് മാറ്റിവെച്ചിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ വംശാവലിയിലേക്ക് വരുമ്പോൾ, നമ്മൾ ക്രിസ്തുവിലായി തീരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവം ആത്മാവിനെ അയക്കും, സത്യത്തിന്റെ ആത്മാവിനെ അയക്കും. അല്ലേലൂയ. സത്യത്തിന്റെ ആത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ സകല സത്യത്തിലും നമ്മെ വഴി നടത്തുമെന്നാണ്. പ്രയോജനം. അങ്ങനെ സകല സത്യത്തിലും ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മൾ വഴി നടത്തുമ്പോൾ നാം ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ ബീവറേജിന് മുമ്പിലും കള്ളുഷാപ്പിന് മുമ്പിലും ബാറിന് മുമ്പിലും ഒന്നും നമ്മൾ പോയി നിൽക്കത്തില്ല. ഒരു അധാർമികമായ പ്രവൃത്തി നടക്കുന്നിടത്തും ഒരു വിശുദ്ധൻ പോയി നിൽക്കത്തില്ല. അല്ലേല്. കാരണം ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ദൈവമായിട്ടുള്ള ബന്ധം, അവന്റെ വഴി എപ്പോഴും വിശുദ്ധ വഴിയായിരിക്കും. രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിങ്ങളുടെ വഴി വിശുദ്ധ വഴിയാണോ? നിങ്ങളെ ദൈവാത്മാവാണോ നടത്തുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞാണോ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ ദൈവത്തിന്റെ ആലോചന ചോദിക്കാറുണ്ടോ? ദൈവത്തിന്റെ ആലോചനയിലേക്ക് വരാറുണ്ടോ? അതോ നിങ്ങളുടെ അറിവും കഴിവും പ്രാപ്തിയും ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ജീവിതം നയിക്കുന്നവരാണോ? ഹല്ലേലൂയ. സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം എന്നോട് സഹോദരി പറഞ്ഞു, എന്റെ ഭർത്താവ് മരിച്ചുപോയി. വലിയ ആമേലെ സംസ്കാര ശുശ്രൂഷയാണ് നടത്തിയത്. അച്ചായൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല ശുശ്രൂഷ കെട്ടി അച്ചായൻ സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ സൗകര്യം തിരുത്തി. ഞാൻ ആ സൗകര്യം പറഞ്ഞ്, എൻ്റെ സൗകര്യം അങ്ങനെയല്ല സംഭവം.
അച്ചായൻ സ്വർഗത്തിൽ ഉണ്ടായിരിക്കണമെങ്കിൽ നിങ്ങളിപ്പം പറഞ്ഞു പുകഴ്ത്തുന്ന ആ വാക്കുകളിലൂടെ അച്ചായൻ സ്വർഗത്തിൽ ഉണ്ടാകത്തില്ല. അച്ചായൻ ഇവിടെ ജീവിച്ചിരുന്ന കാലഘട്ടം ഉണ്ടല്ലോ, ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യേശുക്രിസ്തു വേണ്ടി ഹൃദയം കൊടുത്ത് പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം പ്രാപിച്ച് ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവ വഴിയിലൂടെ വിശുദ്ധ വഴിയിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ അച്ചായൻ സ്വർഗത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാനവരോട് പറഞ്ഞു. അവരതൊക്കെ ആദ്യം കേൾക്കുന്നത്, പലരും ആദ്യം കേൾക്കുന്നത്. അല്ലേ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ ഞാൻ പറയട്ടെ, നമ്മുടെ ഈ താൽക്കാലികമായ ഈ ജീവിതം, ഈ പ്രവാസ ജീവിതം, അല്ലേ, നമ്മളത് ദൈവ ഇഷ്ടം അറിഞ്ഞ് ജീവിക്കണം. പ്രേക്ഷണം ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അല്ലേലൂയ, നമ്മെ മനുഷ്യന്റെ അറിവും ജ്ഞാനവും അല്ലെ വളരെ കുറവുള്ളതാണ്. മനുഷ്യന്റെ അറിവും ജ്ഞാനവും ഒക്കെ കുറവുള്ളതാണ്. എല്ലാ ജ്ഞാനവും അറിവും നമുക്കില്ല, എല്ലാത്തിനെ കുറിച്ചുള്ള അറിവും നമുക്കില്ല. അല്ലേലിയ, ദൈവം നമുക്ക് എന്ത് തരാൻ ആഗ്രഹിക്കുന്നു അത് മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. അപ്പൊ എല്ലാ കഴിവും എല്ലാ കഴിവും അറിവും ജ്ഞാനവും ഒന്നും നമുക്ക് കിട്ടണമെന്നില്ല. കർത്താവ് ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും അറിയുന്നവനാണ്. നമ്മുടെ കർത്താവ് ഭൂതകാലത്തെയും ഈ വർത്തമാനകാലത്തെയും ഇനി ഭാവി കാലത്തെയും കൂടെ അറിയുന്നവൻ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. നമ്മുടെ കഴിഞ്ഞ ഭൂതകാലത്തെ വേണം നമുക്ക് ഓർക്കാൻ പറ്റും. ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ സമയം വരെ നാം പോകുന്ന വഴിയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. പക്ഷെ ഭാവി കാലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഭാവി കാലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ച് പ്രത്യാശ വേണമെങ്കിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ദൈവത്തോട് സമാധാനമുള്ളവരായി നാം നിൽക്കുന്ന കൃപയിലേക്ക് അവൻ മൂലം ക്രിസ്തു മുഖാന്തരം പ്രവേശനം ലഭിച്ചവരായി ദൈവ ഇഷ്ടത്തിന് ജീവിക്കുമ്പോൾ മാത്രമാണ് ഹല്ലേലൂയ നമുക്ക് സന്തോഷിപ്പാൻ വകയുള്ളൂ. രക്തം ചെയ്യും. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം പറയാം, നമ്മുടെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും അറിയുന്നവൻ കർത്താവ് മാത്രമാണ്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞൊരു ഭാഗമുണ്ട്, 143 സങ്കീർത്തനം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നത്, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എന്റെ ദൈവമാകുന്നുവല്ലോ. സ്തോത്രം, നീ എന്റെ ദൈവമാകുന്നുവല്ലോ. നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. ഭക്തനായിരുന്ന സങ്കീർത്തനക്കാരൻ തൻ്റെ തന്നിൽ കൂടെ നമുക്ക് നൽകി തന്നിരിക്കുന്ന വലിയ സന്ദേശങ്ങളാണ് സങ്കീർത്തനം എന്നൊക്കെ പറയുന്നത്. അല്ലേല് ചിലരൊക്കെ സങ്കീർത്തനം എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ ദേഷ്യം വരാറുണ്ട്. ഞാനങ്ങളുടെ ആളുകൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു സഭയിൽ ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ അടുത്തിന് വിശ്വാസി പറയാ, ഈ പുള്ളി എന്ന് വന്നാലും സങ്കീർത്തനെ പറയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറയും ദൈവ നിയോഗം കൊടുത്തിട്ടുണ്ട്, ഇപ്പം എന്നെ പറയാതിരിക്കാൻ പറ്റുമോ? കാരണം പുള്ളി കേട്ടും മടുത്തു സങ്കീർത്തനം. ഹല്ലേലൂയ. അങ്ങനെ സങ്കീർത്തനം കേട്ടും അടുത്ത് ആ വ്യക്തിയോട് പറഞ്ഞു, എൻ്റെ ചേട്ട, വേദപുസ്തകത്തിനകത്ത് നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ വചനങ്ങളും അത് നമ്മുടെ ആത്മാവിനോട്, നമ്മുടെ ജീവിതത്തോട്, നമ്മുടെ പ്രവൃത്തികളോട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വചനമായിരിക്കും ഒരുപക്ഷെ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ പല ആളുകളും വ്യത്യസ്ത സ്വഭാവക്കാരാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഹല്ലേലൂയ, ദൈവത്തിന്റെ നാമവും നീതി ഉയർത്തിപ്പിടിച്ച തന്റെ പ്രാണൻ ഉദ്ധരിക്കപ്പെടുമ്പോൾ സങ്കീർത്തനക്കാരൻ അല്ലയോ വളരെ സന്തോഷമുള്ളവനാണ്. അതുകൊണ്ടാണ് നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഈ പ്രാർത്ഥന നമുക്കും ചെയ്യാൻ പറ്റും. നമുക്ക് ദൈവത്തോട് പറയാൻ പറ്റും, കർത്താവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമെന്ന് നമ്മൾ അനുദിന ജീവിതത്തിൽ പറയണം. പ്രഭാതത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് വന്ന് നിങ്ങളുടെ മറ്റ് കൃത്യനിർവഹണം അല്ലെ നിങ്ങളുടെ ജോലിയിലേക്കൊക്കെ നിങ്ങൾ പ്രവേശിക്കുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തോട് പറയാം, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ ഇന്ന് പകൽ മുഴുവൻ നടത്തണമെന്ന് നിങ്ങൾ രാവിലെ ദൈവസന്നിധി തീരുമാനമെടുത്ത് ഉറച്ചു വേണം നിൽക്കാൻ. ഹല്ലേലൂയ. അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക, കെടുതികളും വളരെ വല്ലാത്ത രീതിയിലാണ്. ഇനി ചില നാളുകൾ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്നും നമുക്കറിയില്ല. എന്നാൽ വലിയ വലിയ പ്രതിസന്ധികളുടെ ഒരു പ്രതിസന്ധികളുടെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ജീവിതം എന്ന് പറയുന്നത് അത് നശിപ്പിക്കാതെ പ്രതിസന്ധികളിൽ അതിജീവിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് വിശ്വാസത്തിൽ മുന്നേറാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ എവിടെയാണ് നിൽക്കുന്നത്? ഹല്ലേലൂയ. ആരെയാണ് നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നത്? ആരെ ചാരിയാണ് നിങ്ങൾ നിൽക്കുന്നത്? ഹല്ലേലൂയ. ആരാണ് നിങ്ങളുടെ സഹായകൻ? ആരാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം?
ആരാണ് നിങ്ങളുടെ ആലോചനക്കാരൻ എന്നൊക്കെയുള്ള ഒരുവിധം ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നത് നല്ലതാണ്. പ്രൈസലോ. ഞാൻ എല്ലാ ദിവസവും ദൈവത്തോട് പറയാറുണ്ട്, കർത്താവേ, ഇന്ന് നിന്റെ ഇഷ്ടം മാത്രമേ ചെയ്യാൻ എന്നെ പഠിപ്പിക്കണേ, നിന്റെ ഇഷ്ടം മാത്രം ചെയ്യുവാൻ എന്നെ നടത്തണമെന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ദൈവ ഇഷ്ടത്തിലൂടെ നമ്മൾ നടക്കുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത ഭാഗ്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനോട് ചേർന്ന് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയും സന്തോഷമുള്ള ജീവിതം വേറെയില്ല കേട്ടോ. പ്രൈസ്. കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിന്റെ നൊമ്പരത്തിലൂടെ കടന്നു പോകുന്ന അനവധി കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്, ദൈവമക്കളുടെ ഇടയിലുമുണ്ട്, അല്ലാത്തവരുടെ ഇടയിലുമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നീ യാത്ര ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിന്റെ ആത്മാവിനാൽ നീ നടത്തപ്പെടാൻ നിന്നെ ഒന്ന് വിട്ടുകൊടുക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ കഷ്ടതയെ മുഴുവൻ ദൈവം മാറ്റിത്തരും. നിന്റെ സങ്കടത്തെ ദൈവം മാറ്റിത്തരും. നീ ഒഴുക്കിയ കണ്ണുനീരിനെല്ലാം മറുപടി അവൻ തരും. പ്രൈസ് ദി ലോർഡ്. നീ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് കണ്ണുനീർ തൂകിയവളാണ്. നാളെയെക്കുറിച്ച് നിനക്ക് ഒരുപാട് വിചാരങ്ങൾ നിന്റെ ചിന്തയിലുണ്ട്. നിനക്ക് നിന്നെക്കുറിച്ച്, നിന്റെ ഭാര്യയെക്കുറിച്ച്, നിന്റെ മക്കളെക്കുറിച്ചും, നിന്റെ ഭർത്താവിനെക്കുറിച്ചും, നിന്റെ കുടുംബത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് പ്രതീക്ഷയുള്ളവനാണ് നീ, ഉള്ളവളാണ് നീ. ഹല്ലേലൂയ. പക്ഷെ ആ പ്രതീക്ഷയ്ക്കൊത്ത് ജീവിക്കണമെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾക്ക് ഉയർച്ച വരണമെങ്കിൽ നിങ്ങൾ ദൈവാത്മാവിനാൽ നടത്തപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഈ ലോകത്തിലേക്ക് നോക്കാൻ ദൈവാത്മാവിനാൽ നയിക്കപ്പെടാത്ത ഒരു വ്യക്തിയുടെ ജീവിതം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ദൈവാത്മാവിനാൽ നടത്തപ്പെടാത്ത ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ സുഖങ്ങളിലാണ്. അവൻ അടിച്ചു പൊളിച്ച് കുടിച്ച് മരിച്ച് ജീവിക്കണം, അല്ലെ? അടിച്ചു പൊളിച്ച് കുടിച്ച് അവൻ ജീവിക്കണം. അതാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് അർഹതപ്പെട്ടതല്ലാത്തതിനെയൊക്കെ എടുത്ത് നമ്മൾ കളയണം. നമുക്ക് വേണ്ടാത്ത മാലിന്യങ്ങളെല്ലാം കൂടെ മാറ്റിക്കളയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ശ്രേഷ്ഠകരമായ ഒരു ജീവിതമാണ് കർത്താവ് തന്നിരിക്കുന്നത്, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നീ നിന്റെ കുടുംബവും ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന കുടുംബമാണോ? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന കുടുംബമാണോ? ആത്മാവിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാറുണ്ടോ? ദൈവ ഇഷ്ടം നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ പലതിനെയും ഒഴിഞ്ഞിരിക്കേണ്ടി വരും. സങ്കീർത്തനക്കാരൻ അതന്നെ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, നീ എന്റെ ദൈവമാകുന്നുവല്ലോ, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ നീക്കിക്കളയേണ്ടി വരും. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവൻ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആ വഴിയിലൂടെ യാത്ര. അപ്പൊ നമ്മുടെ വഴിയാത്രയിൽ നമ്മൾ പലതും കാണും, കേൾക്കും. അതിലേക്കൊന്നും നമ്മുടെ ശ്രദ്ധ പോകാതെ, നമ്മുടെ കേൾവി പോകാതെ, നമുക്കിഷ്ടമില്ലാത്ത മേഖലയിലൂടെ നാം കടന്നു പോകുമ്പോൾ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറിക്കോണം. പ്രൈസ് ദി ലോർഡ്. ജീവിതം എന്നൊക്കെ പറയുന്നതേ എത്ര കാലം ഈ ഭൂമിയിൽ ഉണ്ടാകും നമുക്ക് പറയാൻ പറ്റത്തില്ല. അടുത്ത നിമിഷം ഞാനിവിടെ ഉണ്ടാകുമോ, നിങ്ങളിവിടെ ഉണ്ടാകുമോ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന സമയമുണ്ട്. ഇതാണ് നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം. ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന സമയം, ലോകത്തിന്റെ ഏത് ഭാഗത്തും നിങ്ങൾ ഇപ്പോൾ ഏത് സാഹചര്യത്തിലായിരിക്കുന്നു, ആ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണെങ്കിൽ ഇപ്പോൾ കർത്താവ് വന്നാൽ നിങ്ങൾക്ക് നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ ദൈവാത്മാവ് നടത്തുന്ന ഒരനുഭവമായിരിക്കണം. ഒരിക്കൽ ഞങ്ങളൊരു ഓൺലൈൻ പ്രയറിൽ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുക. ഓൺലൈൻ പ്രയറിൽ പങ്കെടുത്ത് രാത്രി ഒരു 1:30-2 മണിയൊക്കെ ആയപ്പോൾ അടുത്ത കടയിൽ നിന്ന്, രാത്രിയാണ്, അവിടെ രാത്രി തട്ടുകടയുണ്ട്, ഹല്ലേലൂയ, ആ കടയിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് ഓടിക്കേറി ഞങ്ങളിലേക്ക് വന്നു. ഞങ്ങൾ വിഷയങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു വലിയ തീപ്പന്തം ഇപ്പൊ ആകാശത്തൂടെ പോകുന്ന കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതിന് നമുക്കെന്താ കാര്യം? അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്, കർത്താവ് വന്നു പോയതാണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കയറി വന്നതാണ്. ഹല്ലേലൂയ. ഓർത്ത് നോക്കി, ദൈവാത്മാവിനെ നടത്തപ്പെടുന്ന വ്യക്തിയായിരുന്നെങ്കിൽ ഒരു വലിയ തീപ്പന്തം കണ്ടപ്പോൾ ആ തീപ്പന്തത്തെ ഭയപ്പെട്ട് ആമൻ ഞങ്ങളുടെ ഇതിലേക്ക് കയറി വന്ന് പിന്നെ അദ്ദേഹത്തെ ഞങ്ങൾ പറഞ്ഞ് ഉപദേശിച്ച് വിട്ടു കേട്ടോ. അദ്ദേഹം വലിയ അറ്റാക്കൊക്കെ വരുന്ന മുമ്പേ എന്നെ കേൾക്കുന്ന പ്രിയ, ഏത് സമയത്ത് കർത്താവ് വന്നാലും നമ്മൾ പോകാൻ തയ്യാറുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് എപ്പോൾ വിളിക്കുന്നോ ആ സമയത്ത് നമ്മൾ പോകണം. ഒന്നുകിൽ അത് മരണമായിരിക്കാം, അല്ലെങ്കിൽ കർത്താവിന്റെ വരവായിരിക്കാം. ഏതിനും തയ്യാറോടുകൂടിയായിരിക്കണം. ഹല്ലേലൂയ. 10 കന്യകമാരിൽ 5 പേര് വിളക്കും എടുത്ത് എണ്ണയും എടുത്തു. എന്നാൽ ബുദ്ധിയില്ലാത്ത 5 കന്യകമാർ
വിളക്കെടുത്തില്ല, എണ്ണയും എടുത്തില്ല. വിളക്കെടുത്ത് എണ്ണ എടുത്തില്ല. മണവാളൻ വന്നപ്പോൾ എന്ത് ചെയ്തു? എണ്ണയുള്ള ബുദ്ധിയുള്ള 5 കന്യകമാർ, ഹല്ലേലൂയ, അവർ വിളക്കിൽ എണ്ണ ഒഴിച്ച് തെളിയിച്ച് അവർ നിത്യത്തിലേക്ക് അല്ലെങ്കിൽ മണിയറയിലേക്ക് പ്രവേശിച്ചു. വിളക്കിൽ എണ്ണയില്ലാതിരുന്ന വ്യക്തി എന്ത് ചെയ്തു? അവരുടെ ജീവിതം വളരെ ഭയാനകമായി മാറി. അപ്പൊ നിങ്ങൾ ഏത് സമയത്തും കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിനെ കുറിച്ച് ഓർത്തും വിചാരപ്പെട്ടും നിങ്ങൾ അതിനെ ആശ്രയിച്ചു ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ജീവിതമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലുള്ള എല്ലാ ആളുകളുമായിട്ട് നമുക്ക് സംസർഗം ചെയ്യാം. ഈ ലോകത്തിലുള്ള സകല ആളുകളുമായിട്ട് സംസർഗം ചെയ്യാം. അത് ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാരംഭരും വൃദ്ധരും അശരണരും യാചകരും ഓർഫനേജ് ജുവൽമുറി തടവറയിൽ അങ്ങനെ വിവിധ മേഖലകളാണ്. അങ്ങനെയുള്ള എല്ലാ ജനങ്ങളുമായിട്ടും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരുമായിട്ട് നമുക്ക് കൂട്ടുകൂടാം, നമുക്ക് അവരോട് സംസാരിക്കാം, ഒക്കെ ചെയ്യാം. ഇതൊന്നും തെറ്റല്ല. പക്ഷേ എങ്ങനെ നീ ആരോടെല്ലാം കൂട്ടുകൂടിയാലും നീ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തിയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എവിടെ ആയിരുന്നാലും നമ്മൾ ദൈവാത്മാവിനാൽ നടത്തപ്പെടണം. അവൻ അങ്ങനെ ചെയ്തല്ലോ, അവൾ ഇങ്ങനെ ചെയ്തല്ലോ, എനിക്കെന്തുകൊണ്ട് അങ്ങനെ ചെയ്യത്തില്ല എന്നൊരു ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിലുണ്ട്. അവരെന്തും ചെയ്യട്ടെ നീ, അല്ലേ? അവർ ചെയ്യുന്നതെല്ലാം നീ ചെയ്യാനിടകരുത്. അവർ പറയുന്നതെല്ലാം നീ പറയാനിടകരുത്. അവർ പോകുന്ന വഴിയിലൂടെ ഒന്നും നീ പോകരുത്. ചേതൊക്കെ മരണവഴികളായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവാത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് ദൈവം നമുക്ക് തരുന്ന ആലോചനയുടെ ആ വിശുദ്ധമായ ആ പരിശുദ്ധമായ വഴിയിലൂടെ ആയിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മുടെ കാലിന് അല്ലെങ്കിൽ ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കണമെന്നാണ് നമ്മൾ 119 സംഗീതമാണ് കായിക്കുന്നത്. അല്ലേ? അപ്പം ദൈവം എന്ന് പറയുന്ന ആ വലിയ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം, അല്ലേ, അത് എത്രമാത്രം ഭയങ്കരമാണ്. നമ്മുടെ ചിന്തകൾ കൊണ്ട് ബുദ്ധി കൊണ്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിലാണ് ദൈവ സാന്നിധ്യം. നമ്മൾ അതിനൊന്ന് വിധേയപ്പെട്ട് കൊടുക്കണം. രക്തം ചെയ്യും. ഇവിടെ ദൈവത്തിന് വന്ന 2ാം ലോകമഹായുദ്ധം നടന്നപ്പോൾ 3 ജർമ്മൻ നേതാക്കന്മാരെ കുറ്റവാളികളായി പിടിച്ച് ജയിലടച്ചു. ഹല്ലേലൂയ. ആമേൻ. ഭയങ്കരമായ ഉപദ്രവങ്ങളാൽ കഷ്ടപ്പെട്ട് ദൈവത്തെ അന്വേഷിക്കുവാൻ ആരംഭിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. 2ാം ലോകമഹായുദ്ധത്തിൽ 3 പേരെ അല്ലെങ്കിൽ 3 ജർമ്മൻകാരെ പിടിച്ച് ജയിലടച്ചത്. ജയിലിനകത്ത് വളരെ പീഡയുള്ള ഭയാനകമായ അനുഭവമായിരുന്നു. ആ സമയത്താണ് അവർ ദൈവത്തെ അന്വേഷിക്കുവാൻ ശ്രമിച്ചത്. ഹല്ലേലൂയ. ആ ഒരു രാത്രി തങ്ങളുടെ ജയിലിലെ ജനലിന് നേരെ ഒരു നക്ഷത്രം വന്നു നിന്നു എന്നാണ് ഞാൻ പുസ്തകത്തിൽ വായിച്ചത്. അങ്ങനെ ഭയാനകമായ ആ രാത്രിയുടെ അനുഭവങ്ങളിൽ അവരുടെ ജയിലിന്റെ ജനലിന്റെ ഹല്ലേലൂയ അവിടെ ഒരു നക്ഷത്രം വന്നു നിന്നു എന്നാണ് ഞാൻ വായിച്ചത്. ഹല്ലേലൂയ. ആ നക്ഷത്രത്തെ അവർ ശ്രദ്ധിച്ചപ്പോൾ അവർക്കുള്ളൊരു പ്രത്യാശയുടെ വെളിച്ചം കടന്നു വന്നുവെന്ന് ഒരു ഭക്തൻ രേഖപ്പെടുത്തുന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും കേട്ടോ. നമ്മൾ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് മനസ്സ് കലങ്ങി വേദനയോടെ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ടല്ലോ. ജീവിതത്തിൽ എന്നേക്കുമായിട്ട് ഹൃദയത്തിന് നൊമ്പരം തരുന്ന ചില പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കിതുപോലെ തന്നെ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഈ വെളിച്ചം അവരുടെ അരികിൽ വന്നു നിന്നു. അപ്പോൾ അത്ഭുതമായി ജയിലിലെ കഥകളെല്ലാം തുറക്കപ്പെട്ടു. മെല്ലെ വെളിയിൽ ഇറങ്ങി രക്ഷപ്പെട്ടെന്നാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഒരുപക്ഷെ അങ്ങനെ വിശ്വസിക്കാം. കാരണമുണ്ട്. ഹല്ലേലൂയ. പത്രോസിനെ കൊല്ലുവാൻ വേണ്ടി പടയാളികൾ അവരെ ചങ്ങല വെച്ച് തടവിലിട്ടിരിക്കുക, കാവൽ നിൽക്കുക. ഈ സമയത്താണല്ലോ ദൈവത്തിന്റെ ദൂതൻ പത്രോസ് കിടക്കുന്ന ജയിലിലിറങ്ങി വന്ന് അവനെ തട്ടിപ്പിടിച്ച് എഴുന്നേറ്റ് ചെരുപ്പിട്ട് അരമുറുക്കി എൻ്റെ പൊന്നാലെ പോരുക എന്ന് പറഞ്ഞ് അങ്ങനെ 1ാം കാവലും 2ാം കാവലും കടന്ന് ഇരുമ്പുവാതിലും എത്തിക്കഴിഞ്ഞപ്പോഴാണ് പത്രോസിന് സുബോധം വന്നത്. ദൈവാത്മാവ് തന്നെ ആണ് താൻ സ്വപ്നം കാണുകയല്ല, ദൈവാത്മാവ് തന്നെ അദ്ദേഹത്തെ ജയിലിൽ നിന്ന് വിടുവിച്ചു എന്നുള്ളത് നമ്മൾ അപ്പോസ്തലർ 12 കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ ജർമ്മൻ ആളുകൾ ജയിലിൽ കിടന്ന ക്രൂരമായ ഭയങ്കരമായ പീഡ അനുഭവിച്ചപ്പോൾ ആ രാത്രിയിൽ അവർ ദൈവസാന്നിധ്യം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ആ ജയിലിന്റെ ഡോറൊക്കെ തുറന്നു പോയിരിക്കാം. ഹല്ലേലൂയ. അവരിന്ന് സ്വതന്ത്രമായി രക്ഷപ്പെട്ടെന്നാണ് ഹല്ലേലൂയ വായിച്ചത്. അവർ ആ നക്ഷത്രം മനോഹരമായി വഴി നടത്തുവാൻ ആരംഭിച്ചു. പല ദിവസങ്ങൾ അല്ലെങ്കിൽ വിശപ്പും ദാഹവുമായി ശത്രുക്കളുടെ അതിരുകൾ കടന്ന് അവരവരുടെ ഗ്രാമത്തിലേക്ക് വന്നു ചേർന്നു. ഹല്ലേലൂയ.
പല രാത്രിയിലെ വിശപ്പും ദാഹവും, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ നിറയപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലൂടെ അവർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് ഇറങ്ങി ദിവസങ്ങൾ താണ്ടി അവരുടെ ഗ്രാമത്തിലേക്ക് വന്നു എന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത്. ഞാനതൊക്കെ ചിന്തിച്ച് ഒരുപക്ഷെ ദൈവത്തിന് അതെല്ലാം അതിനെക്കാട്ടി ശ്രേഷ്ഠമായി ചെയ്യും. കാരണം വേദപുസ്തകം മുഴുവൻ അത്ഭുതമാണല്ലോ. നമ്മുടെ ദൈവത്തിന്റെ പേര് തന്നെ അത്ഭുത മന്ത്രി എന്നല്ലേ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലുണ്ട്, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നൊക്കെ നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യമൊക്കെ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാണ്. അല്ലേ, ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാം. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ തകർന്നിരിക്കുന്ന ജീവിത സാഹചര്യത്തിന്റെ നിലയിൽ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ, യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുക്കുന്നെങ്കിൽ, യേശുവിന് വേണ്ടിയാണ് നിന്റെ ഹൃദയത്തിൽ നീ സ്ഥാനം കൊടുക്കുന്നെങ്കിൽ, നിന്റെ ജീവിതം ഒരിക്കലും തകർന്നു പോകുകയില്ല. നീ ദൈവത്താൽ നിയോഗിതമായി ദൈവ ഇഷ്ടമറിഞ്ഞ് ജീവിക്കും. അപ്പൊ അതുകൊണ്ടാണ് പൗലോസ് റോമൻ സഭയോട് പറയുന്നത്. ഹല്ലേലൂയ. പൗലോസ് റോമൻ സഭയോടും റോമൻ ജനങ്ങളോട് പറയുക, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകും. ഞാൻ ഇനി അതിന്റെ മറ്റൊരു ഭാവമുണ്ട്. ദൈവാത്മാവ് നടത്തുന്നവരാരും കള്ളുഷാപ്പിൽ പോയിരിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവാത്മാവ് നടത്തുന്നവരാരും ബ്രാൻഡിക്കടയിൽ പോയിരിക്കത്തില്ല. ദൈവാത്മാവ് നടത്തുന്നവരാരും ബാറിൽ പോയിരിക്കത്തില്ല. ദൈവാത്മാവിനെ നടത്തുന്നവരാരും ഈ പട്ടണത്തിന്റെ തിരുക്കോണുകളിൽ കരിങ്കീരും ഒക്കെ കയറിയിരുന്ന് സമയം ചെലവഴിക്കത്തില്ല. ദൈവാത്മാവ് നടന്നവർ പൊട്ടച്ചൊല്ലി കളിവാക്ക് ചീത്തത്തരം പറയത്തില്ല. അല്ലേ, ദൈവാത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ടാകണം. നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുവാൻ വേണ്ടി, ദൈവത്തിന്റെ ആത്മാവിന് വാസം ചെയ്യുവാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തെ പരമാർത്ഥമായി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിലാണ് ആശ്രയിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിലാണ് വഴി നടത്തപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിന്റെ തകർച്ച മുഴുവൻ ദൈവം മാറ്റിത്തരും. ഹല്ലേലൂയ. നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അല്ലെങ്കിൽ നിന്റെ തകർച്ച കാണാൻ നാട്ടുകാർ നോക്കി നിൽക്കും. നിന്റെ തകർച്ച കാണാൻ നിന്റെ ബന്ധുക്കളും ബന്ധുമിത്രാദികളും ഒക്കെ ശ്രമിച്ചേക്കാം. നീ തകർന്ന് നീ മറ്റുള്ള മുമ്പിൽ നിന്റെ അധപ്പതനം കാണാൻ ആഗ്രഹിച്ച പലരുമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ പറയുന്ന ദൂത്, നീ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവളോ ആണെങ്കിൽ നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ അവൻ നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വം എൻ്റെ തല ഉയർത്തുന്നവനാകുന്നുവെന്ന് നമ്മൾ ഈ 3-ാം സംഗീതമൊക്കെ വായിച്ചാൽ കാണാൻ കഴിയും. രക്തം ചെയ്യും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കർത്താവിനെ ചേർത്ത് വേണം നടക്കാൻ. ദൈവമില്ലാത്ത ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കാതെ, യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഇല്ലാതെ നമ്മൾ ഒരിക്കൽ പോലും നടക്കരുത്. നാം ഈ രാവിലെ പ്രഭാതത്തിൽ കണ്ണ് ചിമ്മി എഴുന്നേൽക്കുന്ന സമയം തൊട്ട് ദൈവാത്മാവിനാൽ നടത്തപ്പെടണം. ഈ ലോകം പാപമാണ്, പാപത്തിൽ നിറയപ്പെട്ടതാണ്. ഹല്ലേലൂയ. നമുക്ക് ഈ ഭൂമിയിലല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഈ ഭൂമിയിലെ നമ്മുടെ ആഡംബര ജീവിതങ്ങൾ, ഇവിടുത്തെ അല്ലെങ്കിൽ സുഖസൗകര്യങ്ങളും അല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമുക്കൊരു മരണമുണ്ട്. ഹല്ലേലൂയ. എല്ലാ മനുഷ്യർക്കും മരണമുണ്ട്. മരണാനന്തര ജീവിതമുണ്ട്. മരണാനന്തര ജീവിതം നിനക്ക് ലഭിക്കുമ്പോൾ, ആ മരണാനന്തര ജീവിതത്തിൽ നീ പ്രവേശിക്കുമ്പോൾ, അത് ദൈവരാജ്യത്തിലാകണമെങ്കിൽ, ഹല്ലേലൂയ, നീ ദൈവാത്മാവിനാൽ നടത്തപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവിനാൽ നടത്തപ്പെടാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. സ്തോത്രം. മദ്യപാനിക്ക് ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റത്തില്ല. പുകവലിക്കാരനും കഞ്ചാവടിക്കുന്നവനും ചരസിനും കറുപ്പതിനും ഹാഷിഷ് അടിക്കുന്നതിനും ഹെറോയിൻ അടിക്കുന്നതിനും ബ്രൗൺ ഷുഗർ അടിക്കുന്നവനും ഇന്നത്തെ MDMA തുടങ്ങി അങ്ങനെ ഒരുപാട് ഈ കച്ചറകളുണ്ടല്ലോ. അതൊക്കെ ഉപയോഗിച്ച് നടക്കുന്നവർക്ക് ആർക്കും ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. വേദപുസ്തകം തന്നെ പറയുന്നുണ്ട്, മദ്യപാനി ദൈവരാജ്യത്തിൽ കടക്കുകയില്ലെന്നാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് ദൈവാത്മാവിനെ നടത്തപ്പെടുകയാണെങ്കിൽ നേരെയുള്ള പാതയിൽ മാത്രമേ നടക്കുകയുള്ളൂ. പ്രൈസ്. ദൈവാത്മാവിൽ നടത്തപ്പെടുന്ന വ്യക്തിയാണ് താങ്കളെങ്കിൽ താങ്കൾ സൗമ്യതയും താഴ്മയുള്ളവനായിരിക്കും. ദൈവാത്മാവിൽ നടത്തപ്പെടുന്ന നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവനുമായിരിക്കും. രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ, നിങ്ങൾ ഹല്ലേലൂയ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ദൈവത്തോട് ചേർന്ന് അവൻ നമ്മുടെ വലം കൈ പിടിച്ചിരിക്കുന്ന ഒരു ബോധത്തിൽ നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ കർത്താവാണ് നമ്മുടെ വലം കൈ പിടിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ വലം കൈയിലാണ് ഞാൻ ഇരിക്കുന്നത്. ആ ഒരു ചിന്തയാണ് നമുക്ക് ആവശ്യം. ഹല്ലേലൂയ. ഇവിടുത്തെ ജീവിതമൊക്കെ അടിച്ചു പൊളിച്ചിട്ട്
നിത്യനരകത്തിലെ ചെല്ലുന്ന സ്ഥിതി എന്ന് ഓർത്ത് വയ്ക്കി. അല്ലേ? കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള ആ നരകാഗ്നിയിൽ, നരകക്കടലിൽ ഓടാനുകൂടി വർഷങ്ങൾ, അല്ലേലൂയ, കരച്ചിലും പല്ലുകടിയുമുള്ള ആ നരകത്തിൽ, സകല ദുഷ്ടന്മാരുള്ള നരകത്തിൽ, അല്ലേലൂയ, ആ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. മനുഷ്യന്റെ അവസ്ഥയുടെ സാഹചര്യം മനസ്സിലാക്കണം. ജീവിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അറിവും ജ്ഞാനമൊക്കെ തന്നത്, തിരഞ്ഞെടുപ്പൊക്കെ തന്നത്. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തിക്ക് സന്തോഷമായി ഭൂമിയിലെ ജീവിതം. എപ്പോൾ മരിച്ചാലും നിത്യതയിൽ ഉണ്ടാകുമെന്നുള്ള ആ വിശ്വാസമാണ് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരെ കുറിച്ച് കാണുന്നത്. അവർ അശുദ്ധമായ സ്ഥലത്ത് പോയി ഇരിക്കത്തില്ല, അല്ലേരിയ, അശുദ്ധമായ കൂട്ടുകെട്ടുകൾ കൂടത്തില്ല, അധാർമികമായ വഴിയിലൂടെ പോകത്തില്ല. അവരവരുടെ ശരീരത്തെ പാപത്തിന് ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. നമ്മുടെ ശരീരത്തെ, നമ്മുടെ ജഡത്തെ പാപത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ, അല്ലേരിയ, അതൊക്കെ നമ്മൾ നരകാഗ്നിയിൽ കിടന്നൊക്കെ അനുഭവിക്കേണ്ടി വരും. പ്രൈസലോ. ഉടനെ കേൾക്കുന്ന മാതാപിതാക്കളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പരിശുദ്ധാത്മാവോട് ചേർന്നുള്ളതായിരിക്കണം. അല്ലേലിയ. പരിശുദ്ധാത്മാവെന്ന് ആലോചന തരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ആലോചനയ്ക്ക് മുന്നോട്ട് പോകാവുള്ളൂ. മനുഷ്യ വാക്കുകളെല്ലാം വ്യർത്ഥമാകട്ടോ. മനുഷ്യന്റെ വാക്കുകളെല്ലാം വ്യർത്ഥമാണ്. മനുഷ്യന്റെ വാക്കുകൾക്കകത്തും സത്യസന്ധതയില്ല. മനുഷ്യന്റെ വാക്കുകൾക്കകത്തൊന്നും വിശ്വസ്തതയില്ല. മനുഷ്യൻ ഏത് സമയത്തും എന്ത് വേണമെങ്കിലും വിളിച്ചു പറയും, എപ്പോൾ വേണമെങ്കിലും വാക്കുമാറ്റി പറയും. അല്ലേലിയ. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, ദൈവാത്മാവിൽ നടത്തപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അവൻ ഒരിക്കലും വാക്കുമാറത്തില്ല. അവന്റെ ജീവിതത്തിൽ അവന് സുഖപ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ ഉണ്ടാവും. പ്രൈസലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യണം. പ്രൈസലോ. എനിക്കറിയാം, അനവധി ആളുകളെ എനിക്കറിയാം, ഒരുപാട് ആളുകളെ സങ്കടപ്പെട്ട് കണ്ണുനീരിന്റെ നടുവിലൂടെ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും, അല്ലേരിയ എന്നൊക്കെ ഓർത്തും മനം കലങ്ങിയിരിക്കുന്ന അനവധി ആളുകളെ എനിക്കറിയാം. ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, നമുക്ക് യേശു കൂട്ടത്തിലുള്ളത് കൊണ്ട്, യേശുവിലാണ് നാം ആയിരിക്കുന്നെങ്കിൽ, അല്ലേരിയ, നമുക്ക് പ്രതീക്ഷിക്കാൻ ഏറെ വകയുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ യേശു ക്രിസ്തുവിലാകണം. യേശു ക്രിസ്തുവിൽ ആകണം. ലോകത്തിൽ നിങ്ങൾ വേർതിരിക്കപ്പെടണം. പലരും ലോകത്തിലാണ് ജീവിക്കുന്നത്. ആ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോക ഇഷ്ടമേ ചെയ്യുള്ളൂ. പക്ഷെ ലോകത്തിൽ നിന്ന് ക്രിസ്തുവിനോട് ചേരണം. അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്നവർ ക്രിസ്തുവിനെ ധരിക്കുന്നുവെന്നാണ്. മാത്രം ഒരുത്തൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്നാണ് 2 Corinthians 5:17 പറയുന്നത്. അപ്പം നമ്മൾ ക്രിസ്തുവിലാകണം. ക്രിസ്തുവിലേക്ക് നമ്മൾ ചേരണം. ക്രിസ്തു നമ്മളിലേക്ക് വരണം. ദൈവാത്മാവിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കണം. പാപത്തിന്റെ വഴിയിലൂടെ പോകരുതേ. ഈ ലോകത്തിൽ സംഭവങ്ങൾ, ലോക സംഭവങ്ങൾ ഓരോന്ന് കാണുമ്പോൾ കർത്താവ് ഏറ്റവും അടുത്തു എന്ന് നമ്മൾ തിരിച്ചറിയണം. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും മഹാവ്യാധികളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ, പേമാരി, കൊടുങ്കാറ്റ്, ഉൾപ്പൊട്ടലുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, ഇതെല്ലാം ഇവിടെ സംഭവിക്കേണ്ടതാണ്. വേദപുസ്തക വാക്യങ്ങളെല്ലാം നിവർത്തിയിരിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു മധ്യാകാശത്തിൽ വരാൻ സമയമായി തന്റെ വിശുദ്ധ സഭയെ ചേർക്കാൻ. തന്റെ വിശുദ്ധ സഭയെ ചേർക്കാൻ യേശു ഭൂമിയിൽ വരുമ്പോൾ നാം ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരായിരിക്കണം. പ്രൈസലോ. ഈ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തിക്ക് ഈ ലോകത്തിന്റെ കൂട്ടുകെട്ടുകളിൽ അവൻ ചെന്ന് വീഴില്ല. പ്രൈസലോ. അല്ലെങ്കിൽ ദൈവാത്മാവില്ലാത്തവരാണ് നമ്മൾ പല വിധത്തിലും പോകുന്നത്. അല്ലേരിയ. നമ്മൾ ചിന്തിച്ചു നോക്കിയായിട്ട് ഈ ലോകത്തിൽ പലരെയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവരുടെ ജീവിതം, അവരുടെ യാത്ര, അവരുടെ നടപ്പ്, അവരുടെ സംസാരം, അവരുടെ സംസർഗങ്ങൾ, അവരുടെ ജീവിത രീതികൾ, ശൈലികളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി നോക്കിയാട്ട് എല്ലാം ഈ ലോകത്തിന്റെ സാത്താന്യ ശക്തികൾക്ക് അനുസൃതമായതാണ്. അല്ലേരിയ. ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ സാത്താൻ അടിമയായി മാറരുത്. പ്രൈസലോ. സാത്താന്റെ അടിമത്തിൽ നീ പുറത്തു വരണമെന്നാണ് അല്ലേരിയ ദൈവം ആഗ്രഹിക്കുന്നത്. നീ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയായി മാറണമെന്ന് പരിശുദ്ധാത്മാവ് പറയുക. അല്ലേരിയ. നമുക്കറിയാം, യേശു ക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ, അല്ലേരിയ, വിദ്വാൻമാരെ വഴി നടത്തിയത് നക്ഷത്രമാണ്. അല്ലേരിയ. യേശു ക്രിസ്തു, അല്ലേരിയ, ജനിച്ചപ്പോൾ വിദ്വാൻമാർക്ക് നക്ഷത്രം അടയാളം കൊടുത്തത്. ആ നക്ഷത്രത്തെ നോക്കി അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അല്ലേരിയ. ആ നക്ഷത്രത്തെ നോക്കി യാത്ര ചെയ്ത് അവർ ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ചെന്നപ്പോഴത്തേനും അവരുടെ ദർശനം നഷ്ടപ്പെട്ടു. കൊട്ടാരം കണ്ട് കൊട്ടാരത്തിനകത്തേക്ക് ഇന്ന് ആമേലേജ നാമേശ്വതൻ നമ്മുടെ രക്ഷകൻ എവിടെ ജനിച്ചുവെന്ന് ഹെരോദാവിനെ ചോദിക്കുക. അപ്പോഴാണ് ഹെരോദാവ് പോലും അറിയുന്നത്. അല്ലേരിയ. മത്തായി 2 വായിച്ച് കാണാൻ കഴിയും. പക്ഷേ അവരവിടുന്ന് പുറപ്പെട്ടപ്പോഴും അവർക്ക് വഴികാട്ടിയായി ഈ നക്ഷത്രം അവർക്ക് മുമ്പേ നടന്നു എന്നാണ്. അങ്ങനെ അവർ മറിയയുടെ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയും കണ്ടുവെന്നാണ് അല്ലേലിയ മത്തായി 2:10 എഴുതി വെച്ചിരിക്കുന്നത്. അല്ലേലിയ.
ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു ജനിച്ച രാത്രിയിൽ ഇടയന്മാർ വെളിയിൽ കാവൽ കാത്ത് കിടക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആടിനെ തീറ്റി. അവിടെയാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സമാധാനം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമി സമാധാനം എന്നുള്ളത് നമ്മളവിടെ ദൂതന്മാർ പറയുന്നത്. അത് കേട്ടത് ഇടയന്മാരാണ്. അവര് യേശുവിനെ യേശുവിന്റെ അമ്മയും കൂടെ പോയി കാണുന്നത് പുൽത്തൊട്ടിയില്ല, അല്ലേരിയ. എന്നാൽ വിദ്വാൻമാർ പോയി കാണുന്നത് എവിടെയാണ്? മറിയുടെ വീട്ടിലാണ്, അല്ലേരി. അപ്പൊ ആ മറിയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന വരെ ഈ വിദ്വാൻമാർക്ക് ഈ നക്ഷത്രം കാവലായിരുന്നു, നക്ഷത്രം വഴികാട്ടിയായിരുന്നു, അല്ലേരിയ. അത് ഞാൻ പറയാൻ കാരണം, നമ്മൾ കർത്താവിലാണെങ്കിൽ നമ്മളെ വഴി നടത്തുവാൻ ദൈവം നമുക്ക് മുഖാന്തരങ്ങളെ തരും. പ്രവേശനോ, നീ ദൈവത്തിന്റെ വഴിയിലൂടെ എന്തും നടക്കാൻ തീരുമാനിക്കുന്നു, അന്ന് നിന്റെ കുടുംബത്തിന്റെ കഷ്ടത മാറും, നിന്റെ സങ്കടം മാറും, കണ്ണുനീര് മാറും. നീ പരാജയപ്പെട്ടിരിക്കുന്ന അനുഭവമില്ലേ, വേദനിക്കുന്ന അനുഭവമില്ലേ, അതൊക്കെ മാറ്റുവാൻ ദൈവാത്മാവിന് മാത്രമേ കഴിയുള്ളൂ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ താൽക്കാലികമായ ജീവിതത്തിനകത്ത് അതിനെ നമ്മൾ തകർത്ത് കളയാതെ ദൈവാത്മാവിനാണ് നയിക്കപ്പെടണം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. സർവജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവും ഉള്ളവയെന്നാണ് വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം എൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നത്. അങ്ങോട്ട് പോകാൻ നമുക്ക് സമയമില്ല, അവിടുത്തെ ചിന്തിക്കാൻ നമുക്ക് സമയം ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഒറ്റ കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പറയട്ടെ, നാം ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരായിരിക്കണം. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരായിരിക്കും. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പന്ത് തട്ടുന്ന പോലെ ആകരുത്. നമുക്ക് ദൈവത്തോടൊപ്പം ചേർന്ന് വാസം ചെയ്ത് ദൈവത്തോട് നടന്ന് നമുക്ക് ആ നിത്യമായ രാജ്യത്തിലെ സ്വർഗരാജ്യത്തിലെ സ്വർഗപ്രദേശയിൽ നമുക്ക് എത്തുവാൻ കഴിയണം. അല്ലേ ഏരിയ ഇവിടെ താൽക്കാലികമാണ് നമ്മുടെ ജീവിതം. ഇവിടെ ഒരുപാട് കഷ്ടതകളും കഷ്ടപ്പാടും ദുഃഖങ്ങളും ഉണ്ട്. അതിൻ്റെ നടുവിൽ നീ ദൈവാത്മാവിൽ നിറയപ്പെടണം. കണ്ണുകളെ ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വലിയവരും ചെറിയവരെ എല്ലാം കൂടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല. കുട്ടിലോട്ട് കൊട്ടായത്തിൽ വരെ പ്രാർത്ഥന, ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരി യൗവനത്തിൽ വാർത്തയിൽ ജ്ഞാനപുരത്തിൽ അച്ഛന യാചകർ, ഓർഫനേജുകളുടെ തടവറയിലായിരിക്കുന്ന രാജ്യരാഷ്ട്ര തലവന്മാർ, രാജകന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, മേധാവി, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി മേഖലയിലായിരിക്കുന്ന എല്ലാ മേഖലജനത്തെയും, കർത്താവിനെ കടലോരവാസികളെ, തീരദേശവാസികളെ, അല്ലേരിയ സ്രോതനെ, കരസേന, വ്യോമ, നാവികശക്തികാരെ, ക്രമസമാധാനപാലനീയരെ, ജുഡീഷ്യറിയെ, നിയമനിർമ്മാണം നിൽക്കുന്ന എല്ലാവരെയും, ഭരണപ്രതിപക്ഷ പാർട്ടികളെ, മത നേതാക്കന്മാരെ, സകല ജനത്തെ ഞങ്ങൾ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. കഷ്ടതയുടെ കടന്നു പോകുന്നവർ, സങ്കടത്തിൽ കടക്കണിയുടെ കടന്നു പോകുന്നവരുണ്ട്, ജീവിതത്തിൽ നിരാശപ്പെട്ട് ഒറ്റപ്പെട്ടു പോയവരുണ്ട്. അല്ലേരിയ ജീവിതത്തിൽ എല്ലാം തകർന്ന് കടക്കണിയാൽ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ വിവിധ സാഹചര്യങ്ങളുടെ കർത്താവ് ജനം കടന്നു പോകുമ്പോൾ അവരുടെ ദൈവത്തിന്റെ ആത്മാവിനെ പകർന്ന ദൈവാത്മാവിനെ നടത്തപ്പെടുന്നവരായി മാറി അവർ കടന്നു പോകുന്ന കഷ്ടതയിൽ നമുക്ക് മോചനം കൊടുക്കേണ്ടതായി യേശു ക്രിസ്തുവിന്റെ നാമത്തിലൂടെയും പ്രാർത്ഥിക്കുകയാണ്. സകലത്തിലും ദൈവനീതി വെളിപ്പെടണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.